എവ്രിവൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് കരിമടം മൂവിയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഓഗസ്റ്റ് 7 സിനിമ റിലീസാണ്. അപ്പൊ നമുക്ക് മൂവിയിലേക്ക് കടക്കുന്ന മുന്നേ ആദ്യം നിങ്ങൾ ലൈക്ക് നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ, നിങ്ങളുടെ പേരും നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറയാവോ? ഇത് അനസൈനുദ്ദീൻ. ഇതിന്റെ കഥ, തിരക്കഥ, മെയിൻ ഹീറോ, ലിറിക്ക്, സംഗീത സംവിധാനം എല്ലാം ചെയ്തിട്ടുണ്ട്. ഡയലോഗ് ഇത് തീർത്ഥ ഹരിദേവ് ഹീറോയിനാണ്. ജസൻ ജോസഫ് വില്ലനാണ്. പിന്നെ ഞാൻ അംലാജലി. അപ്പോ കരിമ്പടം മൂവി, അതിന്റെ ടൈറ്റിൽ തന്നെ കരിമ്പടം ആൻഡ് ദ പോയട്രി ഓഫ് ഹാട്രഡ് ലവ് അങ്ങനെ ഒരു ടൈറ്റിലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ എന്താ നമ്മുടെ മൂവിനെ പറ്റി പറയാനുള്ളത്? എന്തൊരു ജോണറാണ്, എന്താ അതിന്റെ കഥ? ഇതൊരു മിസ്റ്ററിക് ഫാന്റസി റൊമാൻറ്റിക് ത്രില്ലർ മൂവിയാണ്. എനിക്ക് തോന്നുന്നു റൈറ്റർ ആയിരിക്കും. ഫിലിം ഒരു മിക്സഡ് ജോണർ ഫിലിമാണ്. ഒരു ഈ പറഞ്ഞ കണക്ക് ഒരു റിവെഞ്ച് സ്റ്റോറി. ഒരു ഫ്രണ്ടോഡിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് സ്റ്റോറി സ്ക്രീൻ പ്ലേ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു നോർമൽ റിവെഞ്ച് സ്റ്റോറി പോലെ ഫീൽ ചെയ്യാം. ബട്ട് ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ സിനിമകളിൽ നായകനെ കൊല്ലാൻ ശ്രമിക്കുന്നു, നായകൻ കൊല്ലപ്പെടുന്നില്ല, തിരിച്ചു വന്ന് പ്രതികാരം ചെയ്യുന്നു, ജയിക്കുന്നു. ഇതങ്ങനെയല്ല, കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള പ്രതികാരമാണ്. അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ്. ഒരു ലൂസിഡ് ഡ്രീം വേൾഡിൽ അവൻ ക്രിയേറ്റ് ചെയ്യുന്ന, മരണസമയത്ത് അവൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേൾഡിൽ അവൻ റിവെഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കാരണം, അവന് മരണത്തെക്കാളും പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് അതിന് കാരണമുണ്ട്. കാരണം അവൻ്റെ പാർട്ട്ണർ ബിട്രേ ചെയ്യുന്നു എന്നുള്ളതാണ്. അവൻ ചതിക്കുന്നു എന്ന് അവന് മനസ്സിലാവുന്ന തൊട്ടൊന്നും തോട്ട് വന്നിട്ട് പിന്നെ അവൻ കൊല്ലുന്നത് ആ വേൾഡിൽ അവൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്, മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. കൊല്ലുന്നതും ആ ഒരു ഡിഫറെൻറ്റ് രീതിയിലുള്ള കില്ലിങ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഫിലിം ഫുൾ എൻഗേജ് ചെയ്ത് തുടങ്ങുന്നത്. ബാക്കി പറയില്ല, മുഴുവൻ സിനിമ ആയി കഥ കുറച്ചും കൊണ്ടുള്ള അത് പറഞ്ഞു പോയി അത് പറഞ്ഞു പോയി. മെയിൻ എലമെന്റ് അപ്പൊ തീർത്ഥയുടെ ക്യാരക്ടറിനെ പറ്റി ലൈക്ക് ഇവരൊരു ഇൻട്രോ തന്നു. എന്താ തീർത്ഥയ്ക്ക് ക്യാരക്ടറിനെ പറ്റി പറയാനുള്ളത്? എനിക്ക് ക്യാരക്ടറിനെ പറ്റി ഭയങ്കര ഇഷ്ടമാണ് ക്യാരക്ടർ. അത് ഇപ്പോഴും അതിനെപ്പറ്റി എനിക്ക് എന്താ പറയുക, ആ ഒരു ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എന്റെ ആ ക്യാരക്ടർ ആയി പോകുന്ന ഒരു ഇതുണ്ടല്ലോ, അത് അങ്ങനെയാണ്. കാരണം അത്രയും ഒരു ഇത് ആ ക്യാരക്ടറിന്റെ ഒരു ഇതെന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. അതിനെ പറ്റി പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഈ വെയിനിന്ന് ഒരു ഇതില് പറയുകയാണെങ്കിൽ ആ കൊച്ചു ഭയങ്കര പാവമാണ്. എനിക്ക് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ എനിക്ക് മനസ്സിലായി ഭയങ്കര ഇതായിട്ടുള്ള ഒരു കുട്ടി. അപ്പം അത്ര ഇഷ്ടപ്പെടുന്നു, നമുക്ക് ആർക്കായാലും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. കഴിയുമ്പോൾ മനസ്സിൽ വേണി മാത്രം. അത് എത്രത്തോളം എനിക്ക് എന്റെ മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാല്, ഷൂട്ടിനിടയിൽ ഉപയോഗിച്ച ഒരു സ്പ്രേ ഉണ്ട്, അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു സ്മെല്ല് എനിക്ക് വരുമ്പോൾ തന്നെ ഞാൻ ആ ഒരു ക്യാരക്ടറിലോട്ട് അങ്ങ് പോകും. അതെന്തോ എനിക്ക് ഇപ്പോഴും അങ്ങനെ കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഡെബ്യൂ ആണ് ഇത്, ഫസ്റ്റ് ടൈം. ഓക്കെ, സോ അതുകൊണ്ട് കുറച്ചും കൂടി ക്ലോസ് ആയിരിക്കും ക്യാരക്ടർ. ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല പാവം. ഒറിജിനലായിട്ട് ഭയങ്കരമാണ്. ആള് വേറെ ലെവലാണ്. റിയൽ ലൈഫിൽ ആള് സ്ട്രോങ് ആണ്, വേറെ ലെവലാണ്. പക്ഷെ വെറും പാവം. ഇങ്ങനെ കുറച്ച് ഒരു നിസ്സഹായ അവസ്ഥക്ക് ഈ മറ്റേ പോസ്റ്റർ ഒക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് വില്ലൻ എങ്ങനെയുണ്ട്, എന്താ ക്യാരക്ടറിനെ പറ്റി പറയാമോ? പോസ്റ്ററൊക്കെ ഭയങ്കര ഒരു ഭീകര രൂപം. ജന്മൻ എങ്ങനെ ആയിപ്പോയി, ഭീകരനായിപ്പോയി. അപ്പൊ അല്ലേ ഇപ്പൊ റിയൽ ലൈഫിൽ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണേ, പക്ഷെ എങ്ങനെയാണ് ക്യാരക്ടർ? കളിപ്പാണോ അതോ ചിരിച്ച് കടുത്തിറക്കുന്ന ടൈപ്പാണ്? കളിപ്പോയി എന്റെ സിനിമയാണ്, ഞാൻ ഡയറക്ടറാണ്. ഞാൻ 2019 ചെയ്ത കലിപ്പ് മൂവിയില് നായകനാണ് അനസ്. അതിൽ മ്യൂസിക് ഡയറക്ടർ. സാർ മൊത്തം 3 ഫിലിം അപ്പോ
അല്ല നമ്മളത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ആ അതുകൂടെ ഓക്കെ പറയേണ്ടത് പച്ചക്ക് പറയാൻ പറയാൻ പറ്റില്ല. അപ്പൊ ലൈക്ക് ഈ ഒരു ക്യാരക്ടറും ബാക്കി എക്സ്പീരിയൻസും അപ്പോ അതിനുശേഷം അനസ് തിരക്കഥ എഴുതി ആള് നന്നായിട്ട് എഴുതും, നന്നായിട്ട് പാട്ട് എഴുതും. ശരിക്കും മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം. കരപ്പുരുവൊക്കെ ചെയ്തിരിക്കുന്ന നല്ല സംഗീതമാണ്. അപ്പോ അത് ആ ഒരു എഴുതാനുള്ള ഒരു ടാലന്റ് എനിക്ക് അന്ന് അറിയാം. തിരക്കഥ എഴുതുന്ന പറയുമ്പോൾ പിന്നെ ഒരു എഴുത്ത് ഒരു നോർമൽ എഴുത്തല്ല, ഒരു വട്ടെഴുത്താണ്. അപ്പൊ ഈ സബ്ജക്റ്റ് ഒരു വട്ടാണ് ശരിക്കും. അതായത് ശരിയായ രീതിയിൽ നമ്മൾ എന്താണ് പറഞ്ഞ ഒരു സാധാരണ നമ്മൾ ഫാമിലി പിക്ചറൊക്കെ കാണത്തില്ലയോ പഴയ കാലഘട്ടത്തിലൊക്കെ ഉള്ള ആ ഒരു മെത്തഡ് അല്ല എഴുത്തിന്. അപ്പൊ സിനിമയുടെ അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സിനിമ പ്ലാൻ ഉണ്ട്, അപ്പൊ അതിലിങ്ങനെ ഒരു കഥാപാത്രമുണ്ട്, അപ്പൊ അതിന്റെ സ്വഭാവവും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് ഇവിടെ ഇപ്പം പറയണ്ട, ക്യാരക്ടർ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, അത് ഇന്ന രീതിയിലാണ്. ശരി എന്നാക്കി അപ്പം ഡയറക്ടർ അതേ കുറിച്ചിട്ട് പറഞ്ഞു തന്നു. അപ്പൊ കുറച്ചുകൂടെ അല്ലേ ആ കഥാപാത്രത്തിന്റെ ആ ഒരു ഡെപ്ത് നമ്മ വിചാരിക്കുന്ന പോലെ അല്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ റാസ ഞാൻ ഡയറക്ട് ചെയ്ത റാസയല്ല ഹീറോ ഞാനാണ്, നായകൻ ഞാൻ തന്നെയാണ്. ഞാൻ കൈലാഷ് നെഗറ്റീവ് വേർഷൻ. അപ്പൊ ഞാൻ അവസാനം അഭിനയിച്ച ആ പടത്തിലെ കഥാപാത്രത്തിന്റെ നേരെ വിപരീതം, വളരെ വ്യത്യാസം. ഒരു രീതിയിലും കമ്പാരിസൺ പറ്റത്തില്ല. ആ രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ, വല്ലാത്തൊരു കഥാപാത്രം, സൈക്കിക് പാരനോയിഡ്. അങ്ങനെ ശാന്തതയിലൂടെ പോകുന്ന ഒരു ക്രൂരൻ, അതാണ് ആ കഥാപാത്രം. അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ ആ വേഷത്തിന് ഹ്യൂമർ ഒക്കെ ഉണ്ട്. ആ മീറ്റർ പിടിച്ച് ഇങ്ങനെ പോവാന്ന് പറഞ്ഞാൽ ഒരു സുഖമായി. സാറേ ഈ വില്ലൻ ആറ്റിറ്റ്യൂഡിലോട്ട് വരുമ്പോ സാറേ വില്ലനല്ല നായകനായിട്ട് തന്നെ സാധാരണക്കാരന്റെ ഉള്ളിലൊരു വില്ലത്തരം ഉണ്ടല്ലോ, നമ്മളൊക്കെ ഉള്ളിൽ ചെറിയൊരു വില്ലത്തരം കാണുമല്ലോ. അതിന് ആ ഒരു കാഴ്ചയിൽ സാധാരണ സിമ്പിൾ ആയിട്ടൊരു മനുഷ്യൻ. ചെയ്തികളും ഇപ്പൊ ഈ മൂവി ഇപ്പൊ ഈ മൂവി കരിമ്പടം എന്ന് പറഞ്ഞ മൂവിക്ക് കൊറേ അവാർഡ്സ് കിട്ടിയായിരുന്നു, ഫിലിം ഫെസ്റ്റിവലിലൊക്കെ സെൻഡ് ചെയ്തത്. അപ്പൊ അവിടുന്ന് ഒരു റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? സിനോപ്സിസ്, നമ്മുടെ സിനോപ്സിസ് പ്രകാരം ഈ പറഞ്ഞ ഇതൊരു ഡിഫറെന്റ് അല്ലേ. സിനോപ്സിസ് കാണുമ്പോൾ തന്നെ ഒരു എൻട്രി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ മേക്കിംഗ്, എനിക്ക് ലാസ്റ്റ് ഒരു 1.5 മണിക്കൂർ സെക്കൻഡ് ഹാഫിന് മുന്നേ തൊട്ട് ഫിലിം അങ്ങ് എൻഗേജ് ചെയ്ത് വേറെ ലെവലിൽ പോകുന്നതാണ്. അപ്പം എന്നാൽ ഭീകര ബഡ്ജറ്റ് വലിയ സംഭവം അങ്ങനെയൊന്നുമില്ല. സിംപിളി നമ്മൾ സ്റ്റോറി ബോഡി കണക്ട് ആയിട്ട് ഇങ്ങനെ സ്റ്റോറി ലൈൻ കണക്ട് ആയിട്ട് അങ്ങ് പോകും. ഫിലിം ഫെസ്റ്റിവലിന് നമ്മൾ ആദ്യം അറിയില്ല, കുറച്ച് പുതിയൊരു സംഭവം ചെറിയ ചെറിയ ഫെസ്റ്റിവലിനൊക്കെ കിട്ടുമോ, ഒറ്റയ്ക്ക് ചെറുതിലെല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനെ ആണ് നമ്മൾ ലാസ്റ്റ് ഇൻഡി ഹൗസ് അങ്ങനെയൊക്കെ ഉള്ള വലുത് ഇൻഡി ഹൗസിൽ നമുക്ക് ഒഫീഷ്യൽ സെലക്ഷൻ കിട്ടി. ഇപ്പം ജാഗ്രൻസ് ഇപ്പം മെനിഞ്ഞാന്ന് 2 ദിവസം മുന്നേ മെയിൽ വന്നതാണ് ജാഗ്രൻസിൽ. അപ്പോൾ അത് ഒരു ഫെസ്റ്റിവൽ ഒഫീഷ്യൽ സെലക്ഷൻ കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹോണറബിൾ മെൻഷൻ ഏഷ്യൻ ഇൻഡിപെൻഡൻറ്റ് ഫിലിം ഫെസ്റ്റിവൽ ഓണററി മെൻഷൻ, ഡെബ്യൂ ഡയറക്ടറിനുള്ള ഇത് മിത്രൻ, അങ്ങനെ കുക്കായി അതിനകത്ത് ഒഫീഷ്യൽ സെലക്ഷൻ, അങ്ങനെ ഒരുപാടായി. ഇപ്പോൾ ഒരു 6-7 സെലക്ഷനും ഒരു 3-4 അവാർഡ്സ്. പ്രമേയം വ്യത്യസ്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വ്യത്യസ്ത പ്രമേയമാണ് ഈ സിനിമ. നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും. അതായത് ഇന്നത്തെ ട്രെൻഡ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതാത് കാലഘട്ടത്തിൽ ഓരോരോ ട്രെൻഡ് അല്ലെ. അപ്പം ഇപ്പൊ നടക്കുന്ന ആ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, പക്കയാണ്. അതാ ഞാൻ ചോദിക്കാൻ വന്നില്ല. ഇപ്പൊ നമ്മള് കേട്ടിട്ടുണ്ട് ലവിന്റെ തന്നെ പല പല ഫേസ് ഉണ്ട്. ഈ ഹാർട്ടഡ് ലവ് എന്ന് പറയുമ്പോ അത് വെറുപ്പും സ്നേഹവും കൂടെ മിക്സ് ആകുമ്പോൾ അത് നമുക്കൊരാളെ കൊല്ലണം, പക്ഷെ നമുക്ക് കൊല്ലാൻ പറ്റും. ഒരു വല്ലാത്തൊരു ഫീലാണ്. ചീറ്റിംഗ് എല്ലാം കിട്ടിയിട്ടുണ്ടോ? ഓ സോറി, ഇങ്ങോട്ടാണ് ഇന്റർവ്യൂ. ചീറ്റിംഗ് കിട്ടിയിട്ടുള്ളവർക്ക്, ഒരു ബിട്രയൽ ലൈഫിൽ കിട്ടിയിട്ടുള്ളവർക്ക് മാത്രം ചില രംഗങ്ങൾ ഒരു മരിക്കുന്നതിനേക്കാളും പെയിൻഫുൾ ആണ്. അപ്പൊ നിങ്ങളുടെ കൊളാബറേഷൻ എങ്ങനെയായിരുന്നു? ലൈക്ക് ഇപ്പൊ അനസാണല്ലോ സ്റ്റോറി എഴുതിയത്,
എന്റെ ബ്രദറാണ്. മദറിന്റെ സിസ്റ്ററിന്റെ അപ്പൊ സ്വന്തം ചേട്ടനാ. അതും ചേട്ടനാണ്. അത് എന്നെ ആദ്യമായിട്ട് സിനിമ ആ ചേട്ടനാണ് എന്നെ വിട്ടത്. എന്റെ ഗുരുവാണ് എന്റെ ചേട്ടനായിരിക്കുന്നത്. അത് മാത്രമല്ല, എടാ ഇങ്ങനെ നടക്കണം, നീ ഒരു കാര്യം കൂനി പിടിച്ച് നടക്കരുത്, നടക്കുന്ന തൊട്ട് നിൽക്കുന്നോട്ട് എന്റെ ഒരു ബിഹേവിയർ മെത്തേഡ് ഉണ്ടല്ലോ, ഒരു ക്യാരക്ടർ എന്നെ പഠിപ്പിച്ചു തന്ന ഒരാളാണ്. അല്ല, ഞാൻ നാടകത്തിൽ നിന്ന് വന്ന ആളാണ്. ഞാനിപ്പം ഈ ഫീൽഡിൽ വന്നിട്ട് 31 വർഷമായി. 31 വർഷമായി. അപ്പൊ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്ന നിലയിൽ എന്ത് തോന്നുന്നു അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഈ സബ്ജക്ട് കേട്ടപ്പോ പോലും എനിക്ക് വല്ലാണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു വ്യത്യസ്തത നമ്മൾ ആഗ്രഹിക്കും. അപ്പൊ ഞാൻ പ്രൊഫഷണൽ നാടകത്തിൽ വരുന്ന 17 വയസ്സ് തൊട്ട് പ്രൊഫഷണൽ നാടകത്തിൽ വന്നാണ്. 2016 വരെ പ്രൊഫഷണൽ നാടകം ഉണ്ടാകും. 16 ശേഷമാണ് സിനിമ ഫീൽഡിൽ പൂർണ്ണമായി നിൽക്കുന്നത്. അപ്പോ അന്ന് മുതൽ, ആ പ്രായം മുതൽ ഈ സമയം വരെ നമ്മൾ കഥകളുടെ ഉള്ളിലാണ് ജീവിക്കുന്നത്, കഥകൾക്കകത്താണ് ജീവിക്കുന്നത്. പിന്നെ നാടകത്തിന്റെ അവസ്ഥ അറിയാലോ, പ്രൊഫഷണൽ നാടകം എന്ന് പറഞ്ഞാൽ അത് വേറെ ലോകമാണ്. അപ്പം ആ എക്സ്പീരിയൻസ് ഉണ്ട് നിലവിൽ. അപ്പൊ അങ്ങനെ വന്ന ആ ഒരു അവസ്ഥയിൽ ചില സബ്ജക്റ്റുകൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് ത്രില്ലടിക്കും, ചിലത് കേൾക്കുമ്പോൾ നമുക്ക് അപ്പൊ ഇത് കേട്ടപ്പോ വല്ലാത്ത ഒരു വ്യത്യസ്ത എന്ന് പറയുന്നതിൽ ഉപരി നമുക്കത് ചെയ്യാൻ തോന്നും. അതിന്റെ ഉള്ളിൽ കഥാപാത്രം നമുക്ക് അത് കഥ കേൾക്കുമ്പോൾ തന്നെ ഇന്ന സാധനം ഞാൻ ചെയ്തോട്ടെ എന്ന് നമുക്ക് പറയുന്നത്, അങ്ങനെ തോന്നുന്ന തരത്തിലുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഇത്. ഇതിൽ കമലേഷൻ എന്ന് പറഞ്ഞ വേഷമാണ് സാറേ. ഈ കമലേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സാധാരണ ഹീറോയെ അടിച്ചു ചെയ്യും വില്ലൻ അല്ലേ, എല്ലാ പടത്തിലും മരിച്ചു ചെയ്യും. ഇത് മരിച്ച ഹീറോയും തോന്നിക്കും. ആ ഓറേക്കാളും മേളിൽ പവറാണ്, ആ ഓറയുടെ മേലെക്കാട്ടിയും പവറാണ് ഈ കമലേഷൻ്റെ. അതാണ് നമ്മളെ ഒരു പ്ലസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ. അപ്പൊ അത് കേട്ട് സാറ് പറഞ്ഞാണ് ഇത് പിന്നെ വേറെ നോക്കണ്ട, ഓക്കെ ഞാൻ ഓക്കെയാണ്. സ്ക്രിപ്റ്റ് ഇതില് ലൈക്ക് ഈ ഒരു ഹാർട്ട് റൈഡ് അല്ലെങ്കിൽ ബിട്രയൽ എന്നൊക്കെ പറയുമ്പോൾ ഹീറോ ആണല്ലോ ആ ഒരു ഫീലിങ്സ്, ആ ഒരു റിവെഞ്ച് വരുന്നത്. അപ്പൊ ഒബ്വിയസ്ലി അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വിമൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് പ്രൊഫൈൽ ചെയ്യുന്നത് രീതി ഉണ്ടാകുന്നു. അപ്പൊ ഈ പൊതുവെ ഇപ്പോഴത്തെ മൂവീസിനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ഇൻഡസ്ട്രീസിൽ ആണെങ്കിലും വിമന്റെ പോർട്രയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ അതിന്റെ കുറെ കോൺട്രവേഴ്സി ഒക്കെ വരും. അപ്പൊ നമ്മുടെ ഈ മൂവിയിൽ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്തേക്കുന്നത്? ഞങ്ങൾക്കൊരു ചലഞ്ചായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ചലഞ്ചായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് പോലെ ഇറങ്ങി ഏറ്റവും കൂടുതൽ വുമൻസ് കാർഡുള്ള ഫിലിം കരിമ്പടമായിരിക്കും. കാര്യം ഇതിനകത്ത് ഈ സബ്ജക്ട് പറയുകയാണെങ്കിൽ നമുക്ക് വുമൻസിനോടുള്ള റിവെഞ്ച് എടുത്തേ പറ്റും. അപ്പൊ ഒരു ബിട്രയൽ കാണിച്ചേ പറ്റും. അതൊരു ഭീകര ചലഞ്ചായിരുന്നു. അപ്പൊ ഞങ്ങൾ ഏറ്റവും ഭയന്ന് ചെയ്ത് സ്ത്രീ വിരുദ്ധതയാവും, ഫിലിം ഒരു സ്ത്രീ വിരുദ്ധതയാവും എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. സെൻസർ ടൈമിലും ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഈ ലേബർ റൂമിൽ വൈഫ് കിടക്കുമ്പോൾ, പ്രസവിക്കാൻ കിടക്കുമ്പോൾ ഭർത്താവ് നടക്കുന്നു, അതേപോലെ ഒരാളവിടെ ഇങ്ങനെ തടിയൊക്കെ അടിച്ച് വെള്ളമൊക്കെ അടിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഭാഗ്യത്തിന് ആ ഒരു സംഭവത്തിലേക്ക് അവിടെ നിന്നൊരു തടസ്സം ഉണ്ടാക്കി. ഇനി ഓഡിയൻസ് തീരുമാനിക്കണം ഇത് സംഭവം ഞങ്ങൾ സ്റ്റോറി ബോർഡ് പെർഫെക്റ്റ് ആണ്, മേക്കിംഗ് പെർഫെക്റ്റ് ആണോ എന്നുള്ളത്. നമ്മള് ഡിഐയിലൊക്കെ ഒരു പുതിയൊരു ടോണും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാറ്റിയിട്ടുണ്ട്. ആൾക്കാരെങ്ങനെ എടുക്കുന്ന ഇപ്പൊ ഈ സ്ത്രീത്വത്തെ കുറിച്ചല്ല ചോദിച്ചത്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് അങ്ങനെ ഒരു ഡിവൈഡേഷൻ വരുന്നത്? എന്തിനാണ്? അല്ല, എന്തിനാണ് ശരിക്കും ഞാൻ ചോദിക്കുന്നത്? ടോട്ടലി ഇപ്പം പലരോടും ഞാൻ സംഘടനാപരമായിട്ട് പ്രവർത്തനമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ്? അപ്പം സ്ത്രീകൾക്ക് സമത്വം വേണമെന്ന് പറയുമ്പോൾ ആരിൽ നിന്നാണ് സമത്വം വേണ്ടത്? ആരാണ് സമത്വം കൊടുക്കേണ്ടത്? ഇവിടെ ഏതെങ്കിലും ആണ് ഒരു പെണ്ണിനെ സമത്വമില്ലായ്മ എന്ന് പറഞ്ഞ് പിന്തള്ളി മാറ്റുന്നത്? എവിടെയെങ്കിലും ഉണ്ടോ? ഒരു പെണ്ണിന് ശത്രുവായി നിൽക്കുന്ന പെണ്ണ് തന്നെയാണ് അല്ലേ എവിടെയും. അതുപോലെ തന്നെ നമ്മുടെ കാസ്റ്റിംഗിൽ തന്നെ തീർത്ത, ശരിക്കും പറഞ്ഞാൽ തീർത്ത ഇൻഡിവിജ്വലി നിൽക്കുന്ന ഒരാളാണ്. തീർത്ത ചെയ്യുന്ന ബൈ പ്രൊഫഷണലായിട്ട് നോക്കുമ്പോൾ തീർത്ത സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് ഇട്ട് അത് ചെയ്തുകൊണ്ടിരിക്കണം സ്വന്തമായിട്ട്. ഏതെങ്കിലും തീർത്ത നിനക്ക് പ്രിയദർശിനി പോകുന്ന ഒരു താല്പര്യമുണ്ടോ ബസ്സിൽ? അത് അതിനകത്ത് നിന്റെ അഭിപ്രായം എന്താ? ഇതാണ് ഉദ്ദേശിച്ചത്. ഇല്ല, അതറിയാം. ഇപ്പം നമ്മുടെ വികലാംഗ അതേപോലെ ഒരു വൈകല്യമുള്ള ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞ വീക്കിൽ തന്നെ ആയിരിക്കണം. പിന്നെ അതുപോലെ ഈ പറഞ്ഞ നമ്മൾ ചൂസ് ചെയ്ത ആളും സബ്ജക്റ്റ് എടുത്താണ്. അപ്പം ഇതിനെ നെഗറ്റീവ് അടിക്കാൻ പറയുന്നവർക്ക് നെഗറ്റീവ് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റും. അപ്പോഴും ഇതിനൊരു സ്ത്രീ കഥാപാത്രം, ആ സ്ത്രീ കഥാപാത്രം കേട്ടിട്ട് തന്നെയാണ് ആ കഥാപാത്രം സ്ത്രീ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ടൊരു
പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിങ്ങളുടെ ലൊക്കേഷൻ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന്? എവിടെയായിരുന്നു അയ്യോ ലൊക്കേഷൻ? അത് പറയാതിരിക്കുന്നത് നല്ലത്. കാടും മലയും എന്ന് വേണ്ട എവിടേക്കോ ആയിരുന്നു. 56 ലൊക്കേഷൻ 56 locations. അങ്ങ് തമിഴ്നാട് തെങ്കാശി സോങ്ങിൽ തന്നെ നമുക്ക് ലൊക്കേഷൻ അടുപ്പിച്ചു. എങ്ങനെ മൊത്തം വില്ലേജ് ഏരിയ അങ്ങനെ? വില്ലേജ് ഏരിയ കൂടുതൽ നമ്മൾ വില്ലേജ് ബേസ് ചെയ്ത് ഒരു ഫിലിംസിന് വരാത്ത ഫ്രെയിം ആണ് വിളിക്കുന്നത്. ഒരു ഫിലിംസിന് ഒരുപാട് ഫ്രെയിം നമ്മൾ ചീറ്റ് ചെയ്തെടുക്കുന്ന പരിപാടി, ബാക്ക് ഷോട്ട് അങ്ങനെ സാധനം ശരിക്കും നമ്മൾ അങ്ങനെ പല സോങ്ങുകളിലൊക്കെ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്ന. എങ്ങനെ ലൊക്കേഷൻ ഹാൻഡിങ് ഒക്കെ ചെയ്തു? ലൊക്കേഷൻ നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ആയിരുന്നു. ഇവരെല്ലാവരും ഈ പറഞ്ഞ പോലെ കൊല്ലം ബോർഡറുകാരാണ്. കൊല്ലം ബോർഡറുള്ള. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് കയറാം തമിഴ്നാട്ടിലേക്ക്. ഒരു വഴി അങ്ങോട്ട് പോവാം. അപ്പൊ ആ ഭാഗങ്ങളെല്ലാം വ്യത്യസ്തമായ കാഴ്ചയുള്ള നല്ല രസമുള്ള സ്ഥലങ്ങൾ. അപ്പോ ഒരു ദിവസം ലൊക്കേഷൻ പറഞ്ഞു ഇങ്ങനെ ഇന്ന സ്ഥലമാണ്. ഞാൻ ഇങ്ങനെ വണ്ടിയായിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോകും. വെളുപ്പിനെ 4 മണിക്ക് മറ്റേ ഇവിടെ ഞാൻ തിരിച്ചു. 6 സംതിങ് ആയപ്പോ ഞാൻ ഒരു മലയുടെ മുകളിൽ, എന്താണ് ആ സ്ഥലത്തിന്റെ പേര്? അവിടുന്ന് കയറി ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ തീർന്നു ഇവിടെ ഭൂമി. ആ രീതിയിലുള്ള സ്ഥലത്തില് ക്ലൈമാക്സ് അത് തേവന്നൂർ എന്ന് പറയുന്നതാണ്. അപ്പം ആ നാട്ടുകാരാണ് ഭയങ്കര സപ്പോർട്ടാണ്. 80% കഥ നടക്കുന്ന രീതി ആ നാട്ടുകാരും അത്രയും സപ്പോർട്ട്. ഒരു ഗ്രാമം മൊത്തം ഈ ഫിലിമിൽ നിന്ന് പറഞ്ഞു. ആ നാട്ടില് 1972 സിനിമ. അതിനുശേഷം ആ നാട്ടിൽ വരുന്ന ഒരു സിനിമ സപ്പോർട്ടായിട്ടുള്ള അവര് ഇവിടെ ചെന്നാൽ അവരെ കൊടുക്കും. ആ ലെവലിലായിരുന്നു. ഇപ്പൊ ലൈക്ക് ഇപ്പൊ നമ്മുടെ ഹീറോയിൻ എന്ത് തോന്നുന്നു? ഇപ്പൊ നേരത്തെ നമ്മളിപ്പോ സംസാരിച്ച അതേ വിഷയം എപ്പോഴും ഒരേ കാര്യമാണ് പറയുന്നത്, വിമൻ ഷുഡ് സ്പീക്ക് ഫോർ വിമൻ. എന്ത് തോന്നുന്നു നമ്മുടെ കഥയും ആ ഒരു പോർട്രയലും എല്ലാം കൂടെ നോക്കുമ്പോ? എനിക്ക് അങ്ങനെ ഇതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഒരു ഭയങ്കര ഇതായിട്ട് താഴ്ന്നത് അങ്ങനൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നല്ലൊരു ക്യാരക്ടർ. ലൈക്ക് ഒരു മിസ്കൺസെപ്ഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക് ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു തോട്ട് വന്നോ? അത് ക്ലൈമാക്സ് അറിയണം അല്ലേ? അത് ക്ലൈമാക്സ് അറിയണം. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കാണുമ്പോ ഒരു ഫീൽ. അതിന്റെ ട്വിസ്റ്റ് അതാണ്. പടം മൊണ്ടൈൻ വാച്ചുകളല്ല. രണ്ടാമത് കാണുമ്പോഴേ ഇത്ര ആയിരുന്നു. ആദ്യം കാണുന്നവർക്കാണ് അത് സിനിമ ഒന്ന് മനസ്സിലാവണമെങ്കിൽ ചിലപ്പോ ഒന്നുകൂടി കാണേണ്ടി ലാസ്റ്റ് എത്തുമ്പോ ഫസ്റ്റിലെ തിരക്കഥ വായിച്ചിട്ട് എന്റെ അടുത്ത് അണ്ണം പറഞ്ഞതാണ് ഇത് കൊള്ളാം, പക്ഷെ ഇത് ആളൊക്കെ കഥ മനസ്സിലാവും. പറഞ്ഞത് മനസ്സിലാക്കിയത് തന്നെയാണ്. സാധനം ഒരു മിനിറ്റ് വീണ്ടും പോയിട്ട് വീണ്ടും വരും. ഏറ്റവും കൂടുതൽ എന്നെ പഠിപ്പിച്ചത് എന്നിട്ട് ഫസ്റ്റ് കട്ട് ചെയ്തിട്ട് സംവിധാനം ഫസ്റ്റ് കട്ട് തന്നെ അപ്പൊ ഇതായിരുന്നില്ലേ കഥ. അപ്പൊ ഇത്രയും ഇപ്പൊ എനിക്ക് തോന്നുന്നു നോൺ ലീനിയർ കോംപ്ലിക്കേറ്റഡ് മൂവീസ് ആണ് ഒരു ട്രെൻഡ് ആയിട്ട്. കോംപ്ലിക്കേഷൻ ആയിരുന്നു സിനിമ മേക്ക് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും. എത്ര ആക്സിഡൻസ് അറിയാം? ഒരുപാട് എനിക്ക് തന്നെ 2 വട്ടം കഴിയും. അത് കാർ ആക്സിഡന്റ് ആയിട്ട് ഞാൻ മരിച്ചത് ആദ്യം പറഞ്ഞു, പിന്നെ ജീവിച്ചു. ഭയങ്കര സാഹസം. ഷൂട്ട് കഴിഞ്ഞിട്ട് വണ്ടി ഓടിച്ചു 4 മണി വണ്ടി ഓടിച്ച് ഒരു കാര്യം കണ്ടിന്യൂ ഷൂട്ടാ. തലേന്ന് രാവിലെ 7 മണിക്ക് തുടങ്ങി പിറ്റേന്ന് രാവിലെ ഇങ്ങനെ ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് റെസ്റ്റോറൻറ്റ് സാധനമൊന്നുമില്ല. കാര്യം പെട്ടെന്ന് എന്നിട്ട് പിന്നെ 2 വർഷത്തോളം ഷൂട്ട് ചെയ്തെടുക്കും. 2.5 വർഷം എടുത്തു. കാര്യം ഇവന് തന്നെ 3 മേക്ക് ഓവർ ഉണ്ട്. വണ്ണം വെക്കണം, കുറയണം. അപ്പൊ ആ ഒരു ടൈം അങ്ങനെ കുറെ അങ്ങനെ 2-3 വർഷത്തോളം നമ്മളുടെ അടുത്ത് ഷൂട്ട് ചെയ്തതാണ്. അതൊക്കെ അപ്പം പിന്നെ കണ്ടിന്യൂറ്റി അത് സംഭവം എന്താണ് പന്തടിക്കുന്ന ഷോട്ട് ഉണ്ട്. അപ്പം നമ്മള് സ്ലോയിൽ എടുത്ത് പന്തം വീശുമ്പോൾ പെയ്യെ പൊങ്ങി വന്നു. അപ്പൊ ഇങ്ങനെ വെച്ച് സ്ലോയില്ല. അപ്പം അപ്പം വേറെ ശരിയാത്തോണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അടിക്കാന്ന് പറഞ്ഞു. ഞാൻ ഇവൻ പെയ്യെ പൊങ്ങി വന്ന ഞാൻ ഊക്കിനടിച്ച് ആരോ പറഞ്ഞു പെട്ടെന്ന് നോക്കിയുള്ളൂ. പൊങ്ങി ഒറ്റ അസോസിയേറ്റ് പറഞ്ഞ് പതുക്കെ വരുന്ന അത് കേട്ടില്ല. ഓരോ ഒറ്റ അടി. അല്ല അത് പന്തത്തിന് അവന്റെ കമ്പിയില്ലേ, കമ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ കെട്ടിയിട്ട് മറ്റേ വേസ്റ്റ് വെച്ച് കത്തിച്ചിട്ട് അപ്പൊ കമ്പിയൊക്കെ ഇങ്ങനെ പഴുത്തിരിക്കും. ഈ കമ്പി മൂക്കി കൂടെ ഒക്കെ പൊത്തകത്ത് കയറി പന്തത്തിന് അറിയില്ലല്ലോ. ആക്സിഡന്റ് ഒരുപാട് ആക്സിഡന്റ് അപ്പൊ ലൈക്ക് ഇത്രയും ചാലഞ്ച് ആവുമ്പോ തന്നെ മൂവിക്ക് അതിൻ്റെതായ സ്പെഷ്യാലിറ്റി ഉണ്ടാവും. അല്ല അത് തീർച്ചയായിട്ടും കേട്ടോ, തീർച്ചയായിട്ടും. അത് സിനിമ ഞാൻ പ്രിവ്യൂ കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ കണ്ടു, പടം കണ്ടു. കഴിഞ്ഞ ആഴ്ച പടം കണ്ടു. ടെൻഷനായിരുന്നു ഞങ്ങൾ, സത്യം പറയാം. ഞങ്ങൾ ടെൻഷൻ. ആരും ഫസ്റ്റ് ജഡ്ജ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ അന്നനെ വിളിച്ചിട്ട് കണ്ടു.
എന്താണ് അപ്പൊ ഈ ചീത്ത വിളി കേൾക്കാനായിട്ട് ഇങ്ങനെ നിൽക്കട്ടെ ബാക്കിൽ എന്താ ചെയ്യണമെന്ന് അറിയില്ല. വേണ്ട എണീറ്റ് കണ്ടിട്ട് ഫസ്റ്റില് നമ്മൾ രണ്ടുപേരെയും ഹഗ് ചെയ്തു. ഈ പറഞ്ഞ നല്ല രസം, നല്ല പടം, നല്ല പടം എന്ന് പറഞ്ഞാൽ നല്ല രസം, നല്ലൊരു മൂഡിൽ ഇരിക്കണം കേട്ടോ. വെറുതെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഇരിക്കാൻ പാടില്ല. നമ്മൾ ആ പടത്തെ കളയല്ല എല്ലാം. ആദ്യത്തെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ മുതൽ പടം മുറുകി തുടങ്ങും. ആദ്യം ഒരു 15 മിനിറ്റോളം ലൂസാണ്. ഓക്കെ, അത് കഴിഞ്ഞ് പടം അങ്ങോട്ട് മുറുകി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചങ്കിടിപ്പൂടെ ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. വല്ലാത്ത മൂടായി പോയി, ഒരു രക്ഷയില്ല. നല്ല രസം, നല്ല പടം. ഏറ്റവും എക്സ്പെഷ്യലി പറയേണ്ട ഒരു കാര്യം, പിന്നെ ഇതില് വേറൊരു കാര്യം കൂടെ പറയാം. ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്ന് ഇത്രയും വർഷവും കാര്യങ്ങളൊക്കെ ആയി, അതൊക്കെ ശരി. പക്ഷെ ഇവരുടെ എഫർട്ട് ഭീകരമായി, ഒരു രക്ഷയില്ല. ഈ രണ്ടെണ്ണത്തിന്റെ ഒപ്പം ഇവരുടെ കൂടെ ഒരു ടീം, ഞാൻ ഉൾപ്പെടെ ഞാൻ പറയുന്നത്. ഏറ്റവും ഒരു കാര്യം തുറന്നു പറയാം. ഇപ്പൊ നമ്മൾ ഫിവേലിന്റെ കേസ് പറയുമ്പോഴത്തേക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് തീർച്ചയായും അമ്മ രശ്മിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ ലൊക്കേഷനിൽ വരുന്ന ഈ പറഞ്ഞ കാർഡും വീടും ഫെസിലിറ്റീസ് വളരെ കുറവാണ്. പക്ഷെ ഇതേപോലെ സാർ ഞങ്ങൾ വണ്ടിയൊക്കെ കംപ്ലൈന്റ് ആയിട്ട് ഈ രശ്മി വണ്ടി തള്ളുന്നൊക്കെ ഉള്ളൂ. കംപ്ലൈന്റ് ആയപ്പോ എല്ലാവരും വണ്ടി ഉള്ളത്, പുള്ളിക്കാരിക്ക് വയ്യാത്ത പുള്ളിക്കാരി വന്ന് തള്ളുന്നു. അങ്ങനെ എല്ലാ ലൊക്കേഷൻ ആണ്. ദേവസേനയൊക്കെ നല്ലോണം ട്രൈപോഡ് ഒരു പാറമലയില്ലേ മറ്റേ, അതെവിടെയായിരുന്നു? ഒരു ഞാനങ്ങ് വണ്ടി ഓടിച്ച ഏറ്റവും മുകളിൽ അത് തന്നെ, അത് ചേറ്റുപാറ ആ അമ്പലത്തിന് അത് കഴിഞ്ഞ ഇല്ല. ലോകത്തിന്റെ അവസാനം വണ്ടി വിളിക്കാം. ഏതാ മറ്റേ അമ്പലം ഉള്ളതാ? മൊബൈല് റേഞ്ച് പോലും കിട്ടാത്ത സ്ഥലങ്ങളാണ്. ആ സോങ് ഒക്കെ എടുത്ത് കറക്റ്റ് കുറച്ച് ദിവസം മുമ്പ് പുലി ഇറങ്ങി, ഇവന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു. ഞാൻ തീർച്ചയായും അങ്ങ് വിട്ട് നമ്മള് ദൂരെ ഹെലിയല്ലേ, ദൂരെ നിന്നാ മതിയല്ലേ, തീർച്ചയായും കൂടെ വിട്ടു. ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ശബ്ദം കേട്ടത് പുലി ഇറങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ കോമഡി ഞാൻ പറഞ്ഞ മോളെ ബാക്കിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നില്ലേ, അത് വല്ല പൂച്ചേക്കണൊക്കെ ആയിരിക്കും. അപ്പൊ എനിക്ക് ചെറിയൊരു ഡൗട്ട്, എന്താ കാര്യം ഒരു ശാന്തമായ സ്ഥലം പെരുവി പൊക്കി നിർത്തിയിരിക്കും, പാട്ട് സീൻ ലോങ് അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ വല്ല പ്രശ്നങ്ങളുണ്ടാവില്ല, മൃഗങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായും ഞാൻ കളർ ചെയ്യണം. ഷോട്ട് എന്താ പഠിച്ചിട്ടുണ്ടല്ലേ? അവിടെ കട്ട് പിടിച്ച് തീർത്ത എന്നെ നോക്കിയപ്പോ കാണുന്നില്ല, ഞാൻ കളരിയിലല്ല. തീർത്ത കളരിയെ കരട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ കടുവെടുത്ത് വരുവാ. അഴീക്കൽ ബീച്ചിൽ ജ്യൂസ് സ്റ്റാൾ നടത്തുന്ന അതെന്താ പേര് പറഞ്ഞില്ല നീ? ഞാൻ ഭയങ്കര ബീച്ച് റീല് ഞാൻ 2 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ദ്രോഹി, ഈ പടത്തിന്റെ പേര് പറഞ്ഞില്ല. മറ്റേ അതും കൂടെ ഒന്ന് പറഞ്ഞു, അമ്മയുടെ ചരമവാർഷികം കൂടെ നല്ലത് ചാൻസ് കിട്ടാൻ പറയണല്ലോ. അപ്പൊ നമ്മുടെ മൂവി August 7th റിലീസ് ചെയ്യാൻ പോവാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? നീ പറഞ്ഞു ഇത്രയും ഞാൻ പറഞ്ഞു. അല്ല പറഞ്ഞു അല്ല, ഇത്രേ ഉള്ളൂ. ഇത് ന്യൂജൻ സിനിമ, പിള്ളേരുടെ അങ്ങേയറ്റം കഠിന പ്രയത്നം, ഗംഭീരമായിട്ട് പഠിച്ച് ചെയ്ത സിനിമ, അധ്വാനിച്ച സിനിമ. അങ്ങനെ മെന്റലി കൂടാതെ ശാരീരികമായിട്ട് ഒന്നടങ്ങും. കാരണം ഒരു ടീമുണ്ട് ഫുള്ള്, ഇവരുടെ കൂടെ കട്ടയ്ക്കുന്ന കുറേ പിള്ളേരുണ്ട്, ചെറുപ്പക്കാര്. അവരുടെ എല്ലാം ഒരു വിജയമാണ് ഈ സിനിമ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്ക് വിശ്വാസം, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. എല്ലാരും അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടാണ് നിന്നത്. എല്ലാ ക്രൂ മെമ്പേഴ്സും എല്ലാവർക്കും ഇഷ്ടപ്പെടാണ്ടായിരുന്നു. ഇഷ്ടപ്പെടുന്നത് അത്രയ്ക്കും അടിപൊളിയാണ് റിവ്യൂ. പക്ഷെ എന്റെ കണ്ണുമ്മ വെട്ടി കഴിഞ്ഞ് പിന്നെ മനസ്സിലാവില്ല. കാരണം വെച്ചാൽ സ്ക്രിപ്റ്റ് അറിയാനായിട്ട് ഒരു ഞാൻ റിവ്യൂ ആണ്. റിവ്യൂ എനിക്ക് അമ്മയും ഞാൻ ഡിസ്കസ് ചെയ്യാൻ അവർ ഓച്ചിറ വരുന്നതിനൊക്കെ ഓരോ ഡൗട്ട് വിളിച്ചിട്ട്
എടാ അതെങ്ങനെയാണ് ഇങ്ങനെയാണ് രശ്മിയുടെ ടൂൺ ഭയങ്കര രസമാണ് അത് എങ്ങനെയാടാ അത് അപ്പൊ ഞാൻ പറഞ്ഞു ഇതായിരുന്നു ഇന്ന സീനിൽ അത് കാണിക്കുന്നുണ്ട് അതാണ് ഓരോന്നിടത്ത് ഇങ്ങനെ ബ്രെയിൻ ഇങ്ങനെ പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ മലയാള സിനിമയില് ഈ കാറ്റഗറിക്കപ്പെടുത്തി ഉള്ള ഒരു അവസ്ഥ ഇന്ന് നിലവിലുണ്ട്. എന്നാൽ പുതിയ സിനിമകളെ സ്വീകരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ഒരു രീതിയിലും താര നിമിടമായ സിനിമ എന്നൊന്നും പറഞ്ഞിട്ടല്ല അല്ലാതെ കാണുന്നു. എന്നാൽ അതിൽ തന്നെ ചില സിനിമകളെ പൂർണ്ണമായും തഴയപ്പെടുന്ന ഒരവസ്ഥയും പിന്നെ റിവ്യൂവർമാർ വന്നിട്ട് വലിച്ചീറി പൊട്ടിച്ച് സിനിമ നശിപ്പിക്കുന്ന അവസ്ഥയുണ്ട്. അത് കോടികൾ വളരെ വളരെ വലിയ തുക മുടക്കി വളരെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വരുന്ന സിനിമകളൊക്കെ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞ് അതിനെ ഇതാക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പൊ ഞങ്ങള് ചേംബർ ഓഫ് കൊമേഴ്സ് മെമ്പർ കൂടിയാണ് ഞാൻ. അപ്പൊ ഞങ്ങള് അവിടെ പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്നുള്ള സത്യമാണ് അല്ലെ? ഒരു സിനിമയെ കുറിച്ച് പറയാം, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, പറഞ്ഞോളൂ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇവിടെ കേരളം നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയിൽ പ്രധാനമായ ഒരു ഘടകമാണ് സിനിമ. ലോട്ടറി, മദ്യം, സിനിമ. കച്ചവടം ചെയ്യുന്നത് എന്തൊക്കെയാണ് കേരളം? ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം, മദ്യത്തിൽ നിന്നുള്ള വരുമാനം, സിനിമയിൽ നിന്നുള്ള വരുമാനം. തിയേറ്ററിൽ നമ്മളൊരു ടിക്കറ്റ് കീറിക്കഴിഞ്ഞാൽ അതിൽ എത്ര രൂപയാണ് സർക്കാരിലേക്ക് പോകുന്നതെന്ന് നമ്മുടെ പബ്ലിക്കിന് അറിയും. എല്ലാവരും സിനിമയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് സിനിമക്കാർ എന്താണത്? സിനിമ എന്ന് പറയുന്ന വ്യവസായം കൊണ്ട് ഇന്ന് നമ്മുടെ സർക്കാരിന് എത്ര രൂപ കിട്ടുന്നറിയും. ഒരു റിവ്യൂവർ വന്നിരുന്ന് സിനിമയെ മോശം പറഞ്ഞാൽ ആദ്യത്തെ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് ആരെയും പറയുന്നില്ല, ഉടൻ തന്നെ പറയുന്ന കുറെ സംഗതി. ഇത് പറയുന്ന സമയത്ത് സർക്കാരിനുണ്ടാകുന്ന നഷ്ടം അറിയും. ആ വ്യക്തി അത് പറയാതിരുന്നാൽ സിനിമ കാണാൻ ജനം ഓൾറെഡി കയറും. അവർക്കൊരു 2 മണിക്കൂർ, 2.5 മണിക്കൂർ, 3 മണിക്കൂർ ഒരു ജീവിതത്തിൽ ടെൻഷൻ മാറ്റി വെച്ച് ഒന്ന് രസിക്കാനാണല്ലോ സിനിമ കാണാൻ പോണേ ആണല്ലോ. ആ 3 മണിക്കൂർ പോയിക്കോട്ടെ, അവരെന്തിനാ വിലക്കുന്നത്? അപ്പൊ ഈ സിനിമയെ കുറിച്ച് വളരെ മോശം പറഞ്ഞ് അവരെ അത് ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ നിർമ്മാതാവിന് മാത്രമല്ല നഷ്ടം ഉണ്ടാവും. ആർക്കാ നഷ്ടം ഉണ്ടാവുന്നത്? സർക്കാരിനും കൂടിയാണ്. 1 ലക്ഷം പേര് അല്ലെ 2 ലക്ഷം പേര് അത് കാണാതെ പോയാൽ, ആ വ്യക്തിയുടെ ഒരു റിവ്യൂ പ്രകാരം 2 ലക്ഷം പേര് കുറഞ്ഞത് കാണാതെ പോയാൽ 2 ലക്ഷം ഇൻറ്റു 180 രൂപ, 190 രൂപ, എത്ര രൂപ? അതിൽ നിന്ന് സർക്കാരിന് കിട്ടുന്ന എത്ര എന്ന് അറിയണം, നോക്കണം. അപ്പൊ അറിയാം സർക്കാരിന് എത്ര കിട്ടുന്നു. ആ പൈസ സർക്കാരിന് പോയോ? അപ്പൊ ആരാണ് ഇവർക്ക് സത്യത്തിൽ ഇറങ്ങിത്തിരിക്കേണ്ടത്? സർക്കാരാണ്. അല്ല ഞങ്ങൾ നിർമ്മാതാക്കളോ ആരുമല്ല ഇറങ്ങിത്തിരിക്കേണ്ടത്. മനസ്സിലായി? ഇത്രയും ടെക്നീഷ്യന്മാര് ഈ സിനിമ തന്നെ എത്ര നാൾ ഇവർ ഇതിന്റെ പുറകെ നടന്നത് കഷ്ടപ്പെട്ട്. അപ്പോൾ ചോദിക്കും, എന്തിനാ കഷ്ടപ്പെട്ട് നിങ്ങൾ എടുക്കുന്ന സിനിമ? എന്തിനാണ് കഷ്ടപ്പെട്ട് റെസ്റ്റോറന്റ് തുടങ്ങുന്നത്? എന്തിനാണ് കഷ്ടപ്പെട്ട് തുണിക്കട തുടങ്ങുന്നത്? എന്തിനാണ് ജൂവലറി തുടങ്ങുന്നത്? എന്നാ പിന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കൊള്ളില്ലെങ്കിൽ പുറത്തിറങ്ങി ഇതേപോലെ പറയും. അവിടെ നമ്മ 100 രൂപ കൊടുത്തിട്ടല്ലേ ആഹാരം കഴിക്കണേ, അല്ലെ 50 രൂപ എടുത്തിട്ടല്ലേ കുടിക്കണേ? ഒരു ചായ 15 രൂപയാണ്. ഇപ്പം ചില്ല് വിട്ട് AC ഇട്ടാൽ 25 രൂപ കൊടുക്കണം അല്ലേ? ആ ചില്ല് വിട്ട് AC ഇട്ട് ഇച്ചിരി സ്മെല്ലും കൂടെ കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ അത് 50 ആയി. ആണോ? പിന്നെ ഒരു ടൈം കെട്ടി വന്ന് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് 100 ആയി. ചായ തന്നെയാണ് ആണല്ലോ. ഈ ചായ കുടിച്ച് പുറത്തിറങ്ങിയിട്ട് ഇതുപോലെ എന്താ പറയട്ടെ, ആ ഹോട്ടൽ നടത്തുന്ന ആള് ഇൻവെസ്റ്റ് ചെയ്തിരിക്കില്ല പൈസ അല്ലേ? ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് പൈസ. ആ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ ആ പ്രോഡക്റ്റ് കഴിച്ചിട്ട് ഇയാൾ പൈസ കൊടുത്തിട്ടില്ലേ? സിനിമ സെയിം പ്രോസസ് അല്ലേ ചെയ്യുന്നത്? നമ്മള് 150 രൂപ 200 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് കയറുന്നു. അതിനകത്ത് കൊള്ളത്തില്ല എന്ന് വിളിച്ചിങ്ങനെ പറയുമ്പോ അത് ആർക്കാ കൂടുതൽ നഷ്ടം വരുന്നത്? സർക്കാരിനാണ്. അപ്പൊ തീരെ മോശം സിനിമകളുണ്ട് ഇല്ലെന്നല്ല പറയുന്നത്. നമ്മൾ എന്തിനാ അത് പറയുന്നത്? ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞോ? അപ്പൊ ആ പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയോ? എന്തിനു വേണ്ടിയാണ്? നെഗറ്റീവ് പറയുള്ളൂ, നല്ല പറയില്ല. നെഗറ്റീവ് പറയുന്നത് എന്തിനു വേണ്ടിയാ എന്ന് പറഞ്ഞു? അതെന്തിനു വേണ്ടി? അതും പറഞ്ഞു പൈസക്ക് വേണ്ടി. അപ്പൊ ഒരു 5-10 കോടി മുടക്കി ഇറക്കുന്ന, അല്ലെങ്കിൽ 50-100 കോടി രൂപ മുടക്കി ഇറക്കുന്ന സിനിമ മോശപ്പെടുത്തി 2 വാക്ക് പറയുമ്പോൾ ആ മോശപ്പെടുത്തലിലൂടെ കൂടുതൽ ആൾക്കാർ കാണും. ജസൻ ജോസഫ് നാഷണൽ അവാർഡ് കിട്ടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മനുഷ്യൻ തിരിഞ്ഞു നോക്കും അല്ലേ? അതേസമയം വേറെ എന്തെങ്കിലും ഒരു സംഭവം പറഞ്ഞു വെക്കും, അപ്പോഴും കയറി ഗൂഗിളടിച്ച് മറ്റൊടിച്ച് അവന്റെ പുറകെ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങും. ആണോ? അപ്പൊ നെഗറ്റീവ് ആണ് എല്ലാവർക്കും ഇഷ്ടം.
മൈത്രേയൻ പറയുന്ന പോലെ പണ്ട് കലിങ്ങിലായിരുന്നു, ഇപ്പം വാട്സപ്പിലാണ്, സോഷ്യൽ മീഡിയയിലാണ്. ഈ പരിപാടി സ്ഥിരമാണ്. നമ്മുടെ ജനിച്ചാൽ മനുഷ്യനാണെങ്കിൽ ആ സ്വഭാവം മാറത്തില്ല. പക്ഷെ ആ സ്വഭാവം ചെയ്തോന്നേ. പക്ഷെ സിനിമയെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിനിമാ വ്യവസായത്തെ ഇതുപോലെ തകർക്കാൻ വേണ്ടി 1, 2, 3 പേര് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം ഭീകരമാണ്. അപ്പൊ അഭിപ്രായം പറയണ്ട എന്നല്ല, പക്ഷെ നമ്മൾ കുറച്ചും കൂടി ബോധം കൂടെ വേണം. അപ്പൊ ആ വ്യക്തി പറയുന്ന എന്തിനു വേണ്ടി? ആ വ്യക്തിക്ക് വൈകിട്ട് പൈസ ഇട്ടാനാണ് അല്ലേ? അവന് ഇത്ര വ്യൂഴ്സ് വരുമ്പോഴത്തേനും ഡോളർ ഇങ്ങോട്ട് വരും. അപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കി, ഇത് എവിടുന്ന പറഞ്ഞേ? പുറം രാജ്യത്ത് നിന്നാ വരുന്നത് അല്ലേ? പുറത്തെ സ്ഥലത്തു നിന്നുള്ള ക്യാഷ് ഇവിടെ കിട്ടേ ആ വ്യക്തിക്ക്. അപ്പൊ 10, 50, 100 കോടി അല്ലെങ്കിൽ 2 കോടി അല്ലെങ്കിൽ 10 കോടി അല്ലെങ്കിൽ 5 കോടി മുടക്കുന്ന ഒരു വ്യക്തിയെ വെച്ചിട്ട് ഈ വ്യക്തി കാശുണ്ടാക്കുകയാണ് അന്ന് തന്നെ. എങ്ങനെ നമുക്കതിൽ ലോജിക്കാം? അപ്പോൾ പറയും അവരുടെ വിഷ്വൽസ് ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. പക്ഷെ ആ സബ്ജക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ആ സബ്ജക്റ്റ് ആണ്, ആ കഥാപാത്രങ്ങളെ കുറിച്ചിട്ടാണോ ഇരുന്ന് പറയുന്നത്? ആണോ? ആ സിനിമയുടെ പേര് പറഞ്ഞിട്ടാണോ സംസാരിക്കുന്നത്? ഇതെവിടെ തന്നെ ആയപ്പോ അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്യണം? ഇവിടെ ഉള്ള എല്ലാ വ്യവസായങ്ങൾക്കെതിരെയും പ്രതികരിക്കണം. റെസ്റ്റോറന്റ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു മാറ്റം, മാളുകള് ഇപ്പൊ അതിലൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന്. ഇപ്പം ജനങ്ങൾ തന്നെ അത്യാവശ്യം നല്ല റിവ്യൂസിനെ മാത്രമേ എടുക്കാറുള്ളൂ. ഇവിടെ ഒന്നുമില്ല, ഒരു മാറ്റം വന്നിട്ടില്ല. ഈ അവസാനം ഇറങ്ങിയ സിനിമയുടെ അവസാനം അല്ല എവിടെ മാറ്റം പറയാം? ഈ അവസാനം ഇറങ്ങിയ സിനിമ പോലും നോക്കൂ, എവിടെ മാറ്റം വന്നു? ഇവിടെ മാറ്റം വന്നു. ഞങ്ങള് വാർഷിക പൊതുവോ കൂടുമ്പോഴും അല്ലെങ്കിൽ ചേംബറിൽ ഞങ്ങൾ എന്തെങ്കിലും മീറ്റിംഗ് കൂടുമ്പോഴും പ്രൊഡ്യൂസർ സെഷൻ കൂടുമ്പോഴും ഒക്കെ വളരെ സീനിയർ ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സും എല്ലാം ഇതിനെതിരെ ഇങ്ങനെ പറയുന്നതല്ലാതെ ഏതെങ്കിലും ഒരു നടപടി എടുക്കാനായിട്ട് ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. നടപടി എടുക്കാനായിട്ട് അവര് എത്താത്തതോ അല്ലെങ്കിൽ ചെയ്യാത്തതോ അല്ല, അതിനൊരു മറുപടി അവർക്ക് കിട്ടുന്നില്ല. ഫെഫ്കയിൽ ഞങ്ങള് 10,000-ഓളം മെമ്പർമാരുണ്ട്. ഞങ്ങള് ഫെഫ്ക യൂണിയനിൽ 10,000-ഓളം മെമ്പർമാരുണ്ട്. ഇത്രയും പേര് ജീവിക്കുന്നത് സിനിമ കൊണ്ടാണോ? സിനിമ എന്ന് പറയുന്നത് വ്യവസായമാണ്. ഇപ്പൊ വ്യവസായമായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ അല്ലെ? സിനിമ എന്ന് പറയുന്നത് വ്യവസായമാണ്. അതുകൊണ്ട് ജീവിക്കുന്ന അനേകം, ഇപ്പൊ ഈ താരങ്ങളെ മാത്രമേ ഉള്ളൂ പുറത്ത് ആൾക്കാർക്ക് ഒരു കളർഫുൾ ആയിട്ട് കാണാൻ പറ്റും. അതിന്റെ പുറകിൽ ഞാനൊരു എഴുത്തുകാരൻ കൂടിയാണ്. ഞാൻ എന്നെ പോലെ എല്ലാ എഴുത്തുകാരും രാത്രി നിന്ന് പുറകിൽ നിന്ന് ഇരുന്ന് എഴുതി പിടിപ്പിച്ച് വല്ലാത്തൊരു അവസ്ഥയിലാണ് സിനിമ എഴുതി ഉണ്ടാക്കുന്നത്. അത് ജോലിയാണ്. അതിനെ എടുത്ത് വെച്ച് ഇരുന്ന് എത്രയെങ്കിലും ദിവസം ഇരുന്നിട്ടായിരിക്കും ഡയറക്ടർ അതിലൊരു സിനിമ ഉണ്ടാക്കുന്നത്, ദൃശ്യം ഉണ്ടാക്കുന്നത് അല്ലെ? അപ്പൊ അയാളുടെ ആ എഫക്ട് ഭയങ്കരമാണ്. അപ്പോ നമ്മൾ ആഹാരം കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരം കളിക്കാനും ഓടാനും മാത്രമല്ല, തലച്ചോറിനും കൂടെ വേണം. അത്രയും ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ വർക്ക് ചെയ്യുന്നത്. അതേപോലെ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ ക്യാമറാമാൻ മുതൽ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ജോലിക്കാരും അഹോരാത്രം പണിയെടുത്തിട്ടില്ലേ? പണിയെടുത്തിട്ടാണ്. പക്ഷെ ഇവിടെ കളർഫുൾ ആയിട്ട് ജീവിക്കുന്ന താരങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ നടീനടങ്ങൾ മാത്രമാണ്. അപ്പൊ ആ ഒരു അങ്ങനെ നടീനടന്മാര് സുഖകരമായി ജീവിക്കുന്നു എന്നുകൊണ്ട് ഞാൻ അഭിനയിക്കാന്ന് പറഞ്ഞ് അഭിനയിക്കാൻ വന്ന ആളല്ല. ഞാൻ എന്റെ 17 വയസ്സ് മുതൽ സ്റ്റേജിൽ അഭിനയിച്ച ആളാണ്, 16 വരെ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ സിനിമയെ ഈ രീതിയിൽ പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക. കരിമ്പടം പോലെ, അല്ലെങ്കിൽ കരിമ്പടം പോലെ എന്നല്ല, എല്ലാ സിനിമകളും വളരെ എഫർട്ട് എടുത്തിട്ട് വളരെ അത്രത്തോളം ത്യാഗം ചെയ്തിട്ടാണ് അതിന്റെ പ്രൊഡ്യൂസർ സഹിതം ഫണ്ടും കൊണ്ടുവന്ന് തുടങ്ങിയത്. ഈ പടത്തിന്റെ പ്രൊഡ്യൂസറാണ് ഇരിക്കുന്നത്. എന്തെല്ലാം വിറ്റുപറിക്കുന്നുള്ളത് എനിക്കറിയാം. എന്തെല്ലാം വിറ്റുപറക്കിയിട്ടിരിക്കുന്ന അറിയാം. എന്താണ്? ഒരു വിശ്വാസമാണ്, ഒരു വിശ്വാസമാണ് ഈ സിനിമ. അപ്പൊ ചോദിക്കും, ഈ സിനിമ ചെയ്താലേ ഉള്ളൂ ജീവിക്കാം. അതെ, സിനിമയുടെ ജോലിയാണതേ. ആ ജോലിയാണ് ചെയ്യുന്നത്. ആ ജോലിയാണ് ചെയ്യുന്നത്. കാശ് മുടക്കിയിട്ടുള്ള വ്യവസായമല്ലേ? അല്ല, വെറുതെ അല്ലല്ലോ. അല്ലാതെ കാശ് മുടക്കി ഒരു സാധനത്തിന് എടുത്തിട്ട് ഫ്രീ ആയിട്ട് സോഷ്യൽ മീഡിയ കയറി ഇങ്ങനെ പറയുന്ന പണിയല്ല. അപ്പോൾ ചോദിക്കും, അതിലെ പറ്റില്ലെന്ന് ചോദിക്കും. ഞാൻ ഇടയ്ക്ക് ഒന്ന് വായിച്ച ഒരാൾ പറഞ്ഞതാ, അത് ഷൂട്ട് ചെയ്യണം, അതായത് സ്വന്തമായിട്ട് തന്നെ ഷൂട്ട് ചെയ്യണം, പിന്നെ എഡിറ്റ് ചെയ്യണം, കാര്യങ്ങളാണ്, പിന്നെ ഇതിൽ പോസ്റ്റ് ചെയ്യണം, എന്ത് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ? അത് മോശമൊന്നല്ല. കാരണം എന്തോരം യൂട്യൂബേഴ്സ് നന്നായിട്ട് ലക്ഷങ്ങളോടെ ജീവിക്കുന്നുണ്ട്. പക്ഷെ അവർ അതുപോലുള്ള കണ്ടന്റുകൾ കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ ഒരു സിനിമയെ വലിച്ചേറി ഒട്ടിച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള സിനിമകൾ, ഇതുപോലെ നല്ല സിനിമകൾ, സിനിമയെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ആണ് പെണ്ണ് വേർതിരിവ് വേണ്ടെന്ന് പറഞ്ഞതുപോലെ, എന്തിനാണ് പെണ്ണ് പെണ്ണ് പെണ്ണെന്ന് പറഞ്ഞിട്ട് അവര് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഘോഷിക്കുന്നത്? ഇവിടെ ആരെങ്കിലും വിലക്കിയിട്ടുണ്ടോ പെണ്ണിനെ? ആലോചിക്കുക, ആരെങ്കിലും വിലക്കിയിട്ടുണ്ടോ ഇവിടെ പെണ്ണിനെ? ഏതെങ്കിലും സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു പെണ്ണിന് ഒരു ഇന്ന കാര്യത്തിന് വിലക്ക് എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഇവിടെ ഇൻഡസ്ട്രിയിലോട്ട്
പലരും പറയുന്നുണ്ട് മറ്റ് അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് കുറച്ചിതായി കഴിഞ്ഞിട്ട് അവർ അഭിനയിക്കാൻ വേണ്ടി വരും, സ്ത്രീകൾ അഭിനയിക്കാൻ വേണ്ടി വരും. എന്നാൽ എന്താ ഈ സിനിമയ്ക്കകത്ത് അഭിനയം മാത്രമുള്ള ജോലി? വേറെ എന്തെല്ലാം ജോലി ഉണ്ട്? എന്താ വരാത്ത? എന്താ ഇത്രയും തള്ളിക്കയറ്റം എന്താ വരാത്ത? എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ ഡയറക്ഷൻ, റൈറ്റിംഗ്. അപ്പൊ ഞങ്ങള് ഫെഫ്ക ഇപ്പോ റൈറ്റേഴ്സ് യൂണിയനും ഡയറക്ടേഴ്സ് യൂണിയനും ഒക്കെ ഞങ്ങളിപ്പം ഷോർട്ട് മൂവി മറ്റേ ഇത് എന്താണ് അവാർഡിന് ക്ഷണിച്ച് മത്സരം വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എത്ര വന്നിട്ടുണ്ട് പെൺകുട്ടികൾ ചെയ്ത വർക്ക്? അഭിനയിക്കാനായിട്ട് വരണം, മനസ്സിലല്ലേ? ഇങ്ങനെ പുറത്തിറങ്ങിയ എന്നെ അറിയപ്പെടണം, അതൊക്കെ. പക്ഷെ ക്യാമറയുടെ പിന്നെ നിൽക്കാനോ, ഒരു ക്യാമറ വുമണായിട്ട് നിൽക്കാനോ, എഡിറ്റർ ജോലി ചെയ്യാനോ, കോസ്റ്റ്യൂമറായിട്ട് വരാനോ, മേക്കപ്പിന്റെ ജോലി ചെയ്യാനോ, ആർട്ട് സെക്ഷന്റെ ജോലി ചെയ്യാനോ എന്തുകൊണ്ട് ഇവരാരും വരുന്നില്ല? ഇതെല്ലാം ജോലിയല്ലേ, സിനിമയല്ലേ, എന്തുകൊണ്ട് വരുന്നില്ല? അപ്പൊ നമ്മളെ ഫിലിമിലായാലും എല്ലാ ഈ പറഞ്ഞ ബാക്കൻഡ് സെക്ഷനിലെല്ലാം സ്ത്രീകൾ നമ്മുടെ ഈക്വൽ തന്നെയാണ് പ്രാധാന്യം പറയുന്നത്. പിന്നെ അപ്പൊ അതുകൊണ്ട് വേർതിരിവുകൾ സിനിമയ്ക്കും വേണ്ട, നമ്മുടെ മനുഷ്യനും വേണ്ട എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് എന്റെ മാത്രം അഭിപ്രായം, എന്റെ മാത്രം അഭിപ്രായം. ഇവരുടെ അടിവരായിട്ട് പറയും. ഡയറക്ടർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാം, സിനിമയില് കാർഡ് വയ്ക്കുമ്പോഴത്തേന് സ്ത്രീകൾക്കെതിരെയുള്ള വെക്കുന്നുണ്ട് അതിക്രമം, അതുപോലെ തന്നെ പുരുഷന്മാർ ഇതുണ്ട്. അവിടെ കാരണം എന്തുകൊണ്ടാ വെക്കുന്നത്? മൊത്തം കാർഡ് വെക്കാനല്ലോ. പക്ഷെ ഞാൻ റാസ് എടുത്ത് നോക്കൂ, അതെടുത്ത് നോക്കൂ, അതിലെഴുതിയിട്ടുണ്ട് ഏതൊരു മനുഷ്യനെതിരെയുള്ള അതിക്രമവും എഴുതിയിട്ടുണ്ട്. അത് എന്റെ അനിയനൊരു തിരക്കഥ എഴുതി. ആ തിരക്കഥ എഴുതിയതിനകത്ത് ഷിഫാസ് എന്നാണ് ഇവിടെ ഉണ്ടോ ഇതായിരുന്നു. അവൻ എഴുതിയ തിരക്കഥയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കാർഡ് ഇടേണ്ടി വരത്തില്ല തിരക്കഥയിൽ. ഒരു കാർഡ് ഇടേണ്ടി വരില്ല. വില്ലൻ വന്ന് നായകന്റെ വീട്ടിൽ വന്ന് കയറി അവിടെ നായകൻ മുദ്രയ്ക്കാൻ പറ്റില്ല, പറഞ്ഞിട്ട് പോകും കാർഡ് ഇടാൻ പറ്റാത്ത മുദ്രയ്ക്കുന്നില്ല. ഫുൾ ട്രോളിങ്. അപ്പൊ പിന്നെ ഇപ്പൊ നമ്മളെ മാർക്കോ എന്ന് പറഞ്ഞ മൂവിയില് ഇപ്പൊ വില്ലൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വയലന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനൊക്കെ നമ്മള് ഇപ്പൊ ഒരു ട്രെൻഡാണ്, ലൈക്ക് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മൂവിയിലും ഇപ്പൊ വില്ലൻ ക്യാരക്ടർ ചെയ്തത് അതാണ്. മാർക്കോയെ സംബന്ധിച്ചോളം വയലൻസ്, ബ്ലഡ്, ആ ഒരു വെറിയുണ്ടല്ലേ, അതാണ് അവർ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അതിനെക്കാട്ടി എക്സ്ട്രീം ലെവലാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വയലൻസിന് ഉപരിയാണ് ഇത്. ഒരു വില്ലന്റെ, ഒരു ഹീറോ ഏതൊരു പ്ലാറ്റ്ഫോം മരിച്ചിട്ട് പോലും അതിന് മുകളിൽ പോയി റിവെഞ്ച് എടുക്കാൻ നിൽക്കുമ്പോൾ ആ റിവെഞ്ച് എടുക്കുന്ന വേൾഡിനകത്ത് പോയി ആൾട്ടർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു വില്ലനെ വെക്കുക എന്ന് പറയുന്നത് ആ ഒരു ടൈപ്പ് വില്ലനാണ് നമ്മൾ ഈ കരിമ്പടത്തിലുള്ളത്. അത് നമ്മൾക്കും ഈ പറഞ്ഞ വയലൻസ് ഉള്ള സീനുകളുണ്ട്, പക്ഷെ എന്നാലും ഈ പറഞ്ഞ UA 16+ അതിനേക്കുള്ള ഇതാണ്. പക്ഷെ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ആക്ച്വലി. വരുന്ന ഒരു സംഭവത്തിൽ ആയി പോകുമോ എന്നൊക്കെ പല ടെൻഷൻസുകൾ ഉണ്ടായിരുന്നു അല്ലേ. രണ്ട് സീൻ അതിനു വേണ്ടി കട്ട് ചെയ്തു അല്ലേ, 2 സീക്വൻസോളം. അതായത് വല്ലാണ്ടാവുന്ന ഒരു 2 സീൻസ് ഉണ്ടായിരുന്നു. ഹീറോയുടെ കില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാണ്ടായപ്പോൾ അങ്ങനത്തെ 2 സീൻസ് ഉണ്ട്. അതൊക്കെ ഫിലിമിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റിലേക്ക് പോകും. പിന്നെ വേറെ കാര്യം, വയലൻസ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഭൂമി ഉള്ളതാണ്, ഉണ്ടായതല്ല. ഇവിടെ മനുഷ്യകുലം ഉണ്ടായി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കഥ ഉണ്ട്. അന്ന് മുതല് വയലൻസ് ആണ്. കായലും അവയിലും തമ്മിൽ അവന്മാര് തമ്മിൽ അടി തുടങ്ങി അല്ലേ. അടിയാണ് തുടങ്ങിയത് ആദ്യമേ. തമ്മിൽ അടി മാത്രമാണ്, ഒന്നിനെ കൊന്നുകളഞ്ഞു. അപ്പൊ കൊലപാതകമാണ് ഇവിടെ തുടക്കം, വയലൻസ് തന്നെയാണ് ഇവിടെ തുടക്കം. അതൊക്കെ കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് സ്നേഹം എന്ന് പറയുന്ന ആ ഒരു പദത്തിലേക്ക് ഇവിടെ വയലൻസ് ആണ് സത്യത്തിൽ തുടക്കം. അല്ല, അതും പ്രേമമാണ് കാര്യം. രണ്ടും കൂടെ ഒന്നിനെ പ്രേമിച്ചാണ് കാര്യം. ആ കഥ അറിഞ്ഞോളൂ. രണ്ടുപേരും ഒരാളെയല്ലേ പ്രേമിച്ചു, അതിലെ കൈരാവിന്റെ അതിനിടയ്ക്ക് മാർക്കോടെ അല്ല, അത് ബ്രദറിന്റെ കൊറച്ചിട്ട് വെച്ചാണ്. അപ്പൊ ഇവിടെ ഭൂമിയിൽ നമ്മൾ മനുഷ്യന്റെ ഉൽപ്പത്തി എന്ന് വിശ്വസിക്കുന്ന കഥകളിൽ എന്ന് പറയാലോ, നമുക്കറിയില്ല, കഥകളിൽ തന്നെ വയലൻസിലാണ് തുടക്കം. വേറൊന്നുമല്ല. വയലൻസിനെ കുറിച്ച് പറയാൻ പറ്റിയ ആളാണ് ഇവിടെ. സത്യം പറഞ്ഞാൽ ഫൈറ്റ് അറിയാവുന്ന ഒരാളാണ് മാത്രമേ കളരിയാണ്.
പക്ഷെ വയലന്റ് അല്ല. ഇവിടെ ഇരിക്കണോണ്ടാ. ഓക്കെ. അപ്പൊ നമ്മുടെ മൂവി റിലീസ് ചെയ്യാൻ പോകുന്ന ഓഗസ്റ്റ് 7th അല്ലെ? അപ്പൊ നിങ്ങളെ പറഞ്ഞ പോലെ തന്നെ മൂവി എന്താ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം സ്റ്റോറി ആ ഒരു ത്രെഡ് കേൾക്കുമ്പോ തന്നെ ഓക്കെ ലൈക്ക് സംതിങ് ഇസ് ദർ എന്നൊരു ഫീല് കിട്ടുന്നുണ്ട്. അപ്പൊ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളും അത് പുതിയ പുതിയ ക്യാരക്ടേഴ്സിലും പുതിയ പുതിയ കഥകളിലും ഞങ്ങളുടെ മുന്നിൽ എത്തട്ടെ. താങ്ക് യു സോ മച്ച്.